TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവില്ല. ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവെന്ന് വിശദീകരണം. സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ജയിൽ മേധാവി. പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. പ്രജിത്ത്, ഇത് വിവാദമായതിനു ശേഷമാണോ ഇത്തരത്തിലൊരു പിന്മാറ്റത്തിലേക്ക് എത്തുന്നത്? ഈ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശം സംസ്ഥാനത്ത് നിലനിൽപ്പുണ്ട്. ഇത് ഉപയോഗിച്ചായിരുന്നു ഇങ്ങനെ TP വധക്കേസിൽ പ്രതികളായിരുന്ന 3 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് 20 വർഷം തുടർച്ചയായി ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്ന TK രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനായിരുന്നു ഇങ്ങനൊരു നീക്കം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് തേടുന്ന ഒരു നടപടി ഉണ്ടാകുന്നു. എന്നാൽ പിന്നീട് ഇത് മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയാകുന്ന സമയത്ത്, വലിയ വിവാദമായ സമയത്താണ് ഈ വിഷയത്തിൽ ജയിൽ മേധാവി നേരിട്ട് തന്നെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് സൂപ്രണ്ടിന് ഈ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് പിഴവ് പറ്റിയതാണ്, എങ്ങനെയാണ് ഈ പേരുകൾ ഈ പട്ടികയിൽ കടന്നുകൂടിയതെന്നൊക്കെ പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനുശേഷം പുതുക്കി ഇറക്കിയ പട്ടികയിൽ ഈ 3 പേരുടെയും പേരുണ്ടായിരുന്നില്ല. ഈ പട്ടികയാണ് സർക്കാരിന് കൈമാറുകയെന്നും ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന ശിക്ഷാ ഇളവുകളും പരോളുകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനു മുൻപും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ അവർക്ക് ജയിലുകളിൽ കിട്ടുന്നു, ജയിലുകളിൽ അവർക്ക് VIP സൗകര്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും ഈ രീതിയിൽ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അതിൻ്റെ സമീപനം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഉദാരമായ സമീപനം പോലീസും സർക്കാരും ഒക്കെ കൈകൊള്ളുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു അബദ്ധം പറ്റിയതാണ് എന്നുള്ളൊരു വിശദീകരണത്തിൽ ഒരു പക്ഷേ അതൊരു വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. കാരണം ആസൂത്രിതമായി തന്നെ നടന്ന ഒരു സംഭവമാണ്. അതിന് ജയിൽ സൂപ്രണ്ടിൻ്റെയൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ സംശയിക്കേണ്ടത്. ഇത്തരമൊരു സംഭവം ഒരു വിവാദമാകുന്നു, മാധ്യമ ശ്രദ്ധ നേടിയതിനു ശേഷം ഇത് പിൻവലിക്കുന്നു. TP കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സമാനമായ നിരവധി നടപടികൾ പോലീസിൻ്റെയും ജയിലധികൃതരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സംഭവം അത്തരത്തിൽ ആകസ്മികമായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റ് പറ്റിയത് കൊണ്ടുണ്ടായതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല. ആസൂത്രിതമായൊരു നീക്കം നടന്നിരുന്നു. അത് പിന്നീട് മാധ്യമ ശ്രദ്ധ നേടിയപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. എന്തായാലും ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ പറ്റിയതാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ജയിൽ സൂപ്രണ്ടിനെതിരെയോ അല്ലെങ്കിൽ അനുബന്ധ ഉദ്യോഗസ്ഥർക്കെതിരെയോ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും ഈ 3 പേർക്കും ശിക്ഷാളവ് നൽകാനുള്ള ആ ശ്രമത്തിന്റെ ഭാഗമായി അത് എന്തായാലും മാധ്യമ വാർത്തകളൊക്കെ വന്നതോടെ തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അനു.